ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ എക്സസൈസസ് കണ്ടിന്യൂ ചെയ്യാണ് ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത ചോദ്യം, ഐനൽ മുദർരിസു, ടീച്ചർ എവിടെ? ഐന എന്ന് പറഞ്ഞാൽ എവിടെ, അൽ മുദർരിസു ടീച്ചർ എവിടെ? ഹുവ ഫിൽ ഫസ്ലി, അദ്ദേഹം ക്ലാസ് റൂമിലാണ്. ഫസിൽ എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂം. അപ്പോൾ ഹുവ മുബ്തദഉൻ മർഫൂൻ, കാരണം ഹുവയാണ് ആരംഭിക്കുന്ന ഇസ്മ, അപ്പോൾ അത് മുബ്തദഉൻ ഹുവ. മർഫൂൻ എന്തുകൊണ്ടാണ്? കാരണം മുബ്തദ മർഫൂ ആണ്. ഹുവ അവസാനം വ, അലിഫ് വ എന്നാണ് ഉച്ചാരണമെങ്കിലും വു അല്ലെങ്കിലും ദമ്മത്തില്ലെങ്കിലും നമ്മൾ എന്തുകൊണ്ട് മർഫൂ എന്ന് പറയും? കാരണം മുബ്തദ മർഫൂ ആണ്. ഇനി ഇവിടെ ഹുവക്ക് എന്തുകൊണ്ട് ദമ്മത്ത് വരില്ല? കാരണം ഹുവയും ഹാദൻ്റെ മാതിരി ദാലിക്കൻ്റെ മാതിരി മബിനിയാണ്. ദമ്മത്ത് വരേണ്ടടുത്ത് ദമ്മത്ത് നമ്മൾ എഴുതൂല, അത് മനസ്സിലാക്കിയുള്ളൂ അവിടെ ദമ്മത്താണ് എന്ന്, കാരണം അത് മുബ്തദയാണ്. പിന്നെ മാരിഫയാണ്, കാരണം മുബ്തദ എപ്പോഴും മാരിഫയാണ്. ഫി എന്താ? ഹർഫു ജർ. അപ്പോൾ ഹർഫു ജറിന് തൊട്ടുള്ള ഇസ്മ എന്തായിരിക്കണം? ഇസ്മ മജ്റൂർ. അപ്പോൾ ഫിൽ ഫസ്ലാന്ന് വരൂല, ഫിൽ ഫസ്ലൂന്ന് വരൂല, ഫിൽ ഫസ്ലി. അപ്പോൾ ഫി ഹർഫു ജർ, ഫസ്ലി ഇസ്മ മജ്റൂർ, ജാറും വ മജ്റൂർ, ശിബുഹു ജുംല ഖബർ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് ഖബർ ശിബു ജുംല ഖബർ. അടുത്തത്, ഐന യാസിറുൻ ഹുവ ഫിൽ മിർഹാലി. മിർഹാൽ എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ്. നേരത്തെ നമ്മൾ പഠിച്ചു ഹമ്മാം ബാത്റൂം. മിർഹാലു എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ്. അപ്പോൾ ഫീ വന്നുകൊണ്ട് എന്തായി? ഫിൽ മിർഹാലി. അപ്പോൾ ഐന യാസിർ എവിടെ? ഹുവ അദ്ദേഹം ഫിൽ മിർഹാലി ടോയ്ലറ്റിലാണ്. ഹുവ മുബ്തദഉൻ മർഫൂൻ, ഫി ഹർഫു ജർ, അൽ മിർഹാലി ഇസ്മു മജ്റൂർ, ജാറും വ മജ്റൂർ, ശിബു ജുംല ഖബർ. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ് ഖബർ, ജാറും വ മജ്റൂർ, ശിബു ജുംല ഖബർ. അശ്ശംസു വൽ ഖമറു ഫിസ്സമായി, സൂര്യനും ചന്ദ്രനും ആകാശത്തിലാണ്. അപ്പോൾ അശ്ശംസു മുബ്തദഉൻ മർഫൂൻ, മുബ്തദയാണ്, കാരണം ആരംഭിക്കുന്ന ഇസ്മാണ്, ഫിയലല്ല, ഹർഫല്ല, ഇസ്മാണ്. അശ്ശംസു ദമ്മത്താണ്, കാരണം മുബ്തദയാവുമ്പോൾ അശ്ശംസു എന്ന് എഴുതാൻ പാടുള്ളൂ, അശ്ശംസി എന്ന് എഴുതാൻ പാടില്ല. പിന്നെ അലിഫ്ലാം ഇടണം. ഓക്കെ, കാരണം ഇത് പിന്നെ അലിഫ്ലാം ഇടേണ്ട ഒരു കലിമയാണ്, മബ്നിയല്ല, മുറബാണ്, മാറും. ഷംസുന്നാവും, ഷംസന്നാവും, ഷംസിന്നാവും. ദമ്മത്തും വര, ഫതഹത്തും വര, കസ്രത്തും വര. മബ്നിയാണ്. മബ്നി ആയതോടെ എന്ത് വരും? അലിഫ്ലാം. മബ്നിയല്ല മുറബാണ്. അപ്പോൾ എന്ത് ചെയ്യും? അലിഫ്ലാം ഇടണം. അപ്പോൾ അശ്ശംസു വൽ ഖമറു, വ എന്താ? ഹർഫു അത്ഫിൻ. അൽ ഖമറു എന്താ? മൗത്തൂഫുൻ അല ഷംസി എന്ന് പറയും. ഷംസിനോട് അത്ഫ് ചെയ്യുന്നു, അത്ഫ് ചെയ്യപ്പെട്ടത്. മനസ്സിലായില്ലേ? കാരണം അൽ ഖമറും മുബ്തദാൻ്റെ സ്ഥാനത്ത് തന്നെയാണ്, പക്ഷെ രണ്ട് മുബ്തദയായിട്ട് അങ്ങനെ പറയൂല. മനസ്സിലായോ? സൂര്യനും ചന്ദ്രനും അങ്ങനെ രണ്ട് വേറെ വേറെ ആയിട്ടല്ലേ പറയാൻ പറ്റൂ. വാ ഇടണ്ടേ, സൂര്യനും ചന്ദ്രനും എന്ന് പറയണ്ടേ. അപ്പോൾ ചന്ദ്രനെ പിന്നെ മുബ്തദ എന്നല്ല പറയാം, പിന്നെയോ ഷംസിൻ്റെ കൂടെ അത്ഫ് ചെയ്തു എന്ന് പറയും, കാരണം വാവെന്നല്ലോ, വാ ഹർഫു അത്തഫാണ്. അപ്പോൾ ഷംസിൻ്റെ കൂടെ അൽ ഖമർ അത്ഫ് ചെയ്തു എന്ന് പറയും. അങ്ങനെ അറബി പറയാം മൗത്തൂഫുൻ അലശംസി. അത് ഇൻഷാ അല്ലാഹ് PDF പിന്നെ നോട്ട്സായിട്ട് എഴുതിത്തരാം. ഫി എന്താ? ഹർഫു ജർ. അസ്സമായി എന്താ? ഇസ്മ മജ്റൂർ. ഹർഫു ജർ വന്നാൽ പിന്നെ എന്താ? ഇസ്മ മജ്റൂർ. അപ്പോൾ ചുരുക്കത്തിൽ എങ്ങനെയാണ് പറയുക? ജാറും വ മജ്റൂറും. പിന്നെ അതെന്താ? ശിബു ജുംല. ഖബറാണോ? ആണ്. അതിൻ്റെ അശ്ശംസുവിൻ്റെ ഖബർ. അൽ ഖമറുവിൻ്റെ ഖബർ എന്ന് പറയൂല, കാരണം അത് മൗത്തൂഫ് അത്ഫ് ചെയ്യപ്പെട്ടതാണ് ഷംസിൻ്റെ കൂടെ. അപ്പോൾ ആ ഷംസുവിനെ മുബ്തദ എന്ന് പറയുള്ളൂ.
അപ്പോൾ ആ മുബത്തദിൻ്റെ ഖബറാണ് ഫിസ്സമായി. ഷിബു ജുംല ജാറും മജ്റൂർ ഷിബു ജുംല ഖബറായി വന്നതാണ് അശംസു എന്ന മുബത്തദക്ക്. അടുത്തത് മൻ ഫിൽ ഫസ്ലി, ആരാണ് ക്ലാസ് റൂമിൽ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ വ്യാകരണം ചെയ്യൂല. ഓക്കെ. ഇനി അടുത്തത് പേരുകളെക്കുറിച്ച് ഇങ്ങനെ ചുരുക്കിയിട്ട് കുറച്ചൊന്ന് അറിയാൻ വേണ്ടിയിട്ട് പേരുകളെക്കുറിച്ച് പറയാണ്. പിന്നെ ഇടത് ഭാഗത്ത് പിന്നെ ആണുങ്ങളുടെ പേരും വലത് ഭാഗത്ത് പെണ്ണുങ്ങളുടെ പേരുമാണ്. കാരണം പൊതുവായിട്ട് ആണുങ്ങളുടെ പേരും പെണ്ണുങ്ങളുടെ പേരും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതിലിനി എക്സെപ്ഷൻസും ഉണ്ട്. അപ്പോൾ സാധാരണ എങ്ങനെയായിരിക്കും ആണുങ്ങളെ പേര് തൻവീൻ ഉണ്ടാവും. ഓക്കെ, തൻവീനോടെ ഇരിക്കും. മുഹമ്മദുൻ ഉണ്ടോ, മുഹമ്മദുൻ, ഖാലിദുൻ, ഹാമിദുൻ, യാസിറുൻ, അമ്മാറുൻ, സഈദുൻ, അലിയുൻ, അബ്ബാസുൻ, എല്ലാം തൻവീന്. ഓക്കെ, എല്ലാം തൻവീനോടെയാണ്. എന്നാൽ ഇതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഉദാഹരണം മൂസ, ഈസ. ഓക്കെ, അത് ഇൻഷാ അല്ലാഹ് നമ്മൾ എന്താണ് പിന്നെ പഠിക്കും. ഓക്കെ, ഇപ്പോൾ ഇത്ര അറിയണം. പൊതുവായിട്ട് ആണുങ്ങളെ പേരിന് തൻവീൻ ഉണ്ടാവും. പൊതുവായിട്ട് പെണ്ണുങ്ങളെ പേരോ ഒന്ന് അവസാനത്തിൽ ഈ താ മർബൂത്ത എന്ന് പറയും. ഈ താ ഉണ്ടാവും അവസാനത്തിൽ. താ ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം, പക്ഷെ അധിക സമയത്തും ഉണ്ടാവും. പിന്നെ തൻവീൻ ഉണ്ടാവില്ല. തൻവീൻ ഉണ്ടാവില്ല. സിംഗിൾ ലമ്മത്ത്, ഒറ്റ ലമ്മത്തേ ഉണ്ടാവുള്ളൂ. ഡബിൾ ലമ്മത്ത് ഉണ്ടാവില്ല. അപ്പോൾ വായിച്ചു നോക്കാം. ആമിനത്തു ഉണ്ടോ, ആ തൂ നമ്മൾ ഉച്ചാരണത്തിൽ പറയൂല, ആമിന എന്നാണ് പറയുക. അപ്പോൾ ആമിന. ഓക്കെ, പക്ഷെ എഴുതുമ്പോൾ ആ തൂ എഴുതണം. പിന്നെന്താ പ്രത്യേകത, ആമിനത്തുൻ എഴുതൂല, പിന്നെയോ ആമിനത്തൂന്ന് എഴുതുള്ളൂ. തൻവീൻ ഉണ്ടാവില്ല. സൈനബു കണ്ടോ, താ ഇല്ലാണ്ടും വരാം, താ ഇല്ലാണ്ടും വരാം. സൈനബു, പക്ഷെ എന്നാലും തൻവീൻ ഉണ്ടാവില്ല, ഒറ്റ ലമ്മത്ത്. ഫാത്തിമത്തു അങ്ങനെ പറയാം, ഫാത്തിമ എഴുതുമ്പോൾ ഫാത്തിമത്തു, തൻവീൻ ഉണ്ടാവില്ല, ആ താ ഉണ്ടാവും. മറിയമു തൻവീൻ ഉണ്ടാവില്ല, ഇവിടെ താവും ഇല്ല. ആയിഷത്തു തൻവീനില്ല. ഖദീജത്തു തൻവീനില്ല. അപ്പോൾ പറയുമ്പോൾ എങ്ങനെ, ആയിഷ, ഖദീജ. സഫിയത്തു തൻവീനില്ല. റുഖിയ്യത്തു തൻവീനില്ല. പറയുമ്പോഴോ സഫിയ, റുഖിയ്യ. അതേപോലെ തന്നെ തൻവീനില്ലാത്ത ആണുങ്ങളെ പേര് പറഞ്ഞല്ലോ, മൂസ, ഈസ. ഇനി താ ഉള്ള ആണുങ്ങളെ പേരും ഉണ്ടാവും. മുആവിയത്തു എന്നാൽ ശരിക്കും മുആവിയത്തു, മുആവിയ റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ എന്താണ്, അതിന് പെണ്ണുങ്ങളെ താ ഉണ്ട്. ഉസാമത്തു ഉണ്ടോ, പെണ്ണുങ്ങളെ താ ഉണ്ട്. അപ്പോൾ തൻവീനും ഉണ്ടാവില്ല. ഉസാമത്തു, മുആവിയത്തു. അപ്പോൾ ഉസാമ എന്ന് വായിക്കും, മുആവിയ എന്ന് വായിക്കും. എഴുതുമ്പോൾ താ എഴുതും, തൻവീൻ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദമായിട്ട് തന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നെ പഠിക്കും. ഇപ്പം അത് മനസ്സിലായവർക്ക് അൽഹംദുലില്ലാഹ്, മനസ്സിലാകാത്തവർ ബേജാറാകണ്ട. ഇനി ഇത് നമ്മൾ എക്സസൈസ്, നമ്മൾ അവസാനത്തെ ഹർക്കത്ത് ശരിക്കും പറയണം. ഓക്കെ, പേരുകൾ പഠിച്ചല്ലോ. തൻവീനുണ്ടോ, താ മർബൂത്തുണ്ടോ, തൻവീനില്ലേ, അത് ശരിക്കും ഉച്ചരിക്കണം ഈ പേരുകൾ. അതാണ് ഈ എക്സസൈസ്. അപ്പോൾ ഹാമിദുൻ, സൈനബു, ആമിനത്തു, അമ്മാറുൻ, സഈദുൻ, ഫാത്തിമത്തു, മറിയമു, അലിയുൻ, ഖാലിദുൻ, അബ്ബാസുൻ, ആയിഷത്തു, മുഹമ്മദുൻ, സഫിയത്തു, ഖദീജത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും.